ഒന്നിറങ്ങി വാടി. കുണുങ്ങി കുണുങ്ങി ഇവിടെ കാറിൽ നിന്ന് ഇറങ്ങുന്ന കണ്ട ഏതാണ്ട് ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞ് വരുന്ന പോലെ. ഇവളുടെ വയറുവേദന എങ്ങനെയുണ്ട് ജഗദീഷേ? അയ്യോ ചേച്ചി, അത് അസുഖമൊന്നും അല്ല, അഭിനയമായിരുന്നു. അപ്പോ നിനക്കും ഇവളുടെ ഉടായിപ്പ് മനസ്സിലായോ? പിന്നെ മനസ്സിലാവില്ലേ? അതിന് സൈക്കോളജി ഒന്നും പഠിക്കണ്ട ചേച്ചി, വെറും കോമൺ സെൻസ് ഉണ്ടായാൽ മതി. ഇയാൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ് നോക്കി പഠിപ്പിക്കുന്നത്? കയറി പൊടി. രാത്രി മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. രാത്രിയിൽ മോണാക്റ്റും വയറുവേദനയും. ഡോക്ടർ ഇവളെ നോക്കിയിട്ട് എന്ത് പറഞ്ഞു ജഗദീഷേ? വീണ് കിട്ടിയ തക്കത്തിന് ഹോസ്പിറ്റലുകാർ കാശ് വാങ്ങാൻ വേണ്ടി കുറെ ടെസ്റ്റുകൾ അങ്ങ് നടത്തി. അത് വേറെ ഉടായ്പാണല്ലോ. അല്ല, ടെസ്റ്റുകൾ നടത്തിയിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ അവര് വളരെ കഷ്ടപ്പെട്ട് ഇവൾക്കൊരു അസുഖം കണ്ടുപിടിച്ചു. അതെന്തോന്ന് രോഗം? ഡിപ്രഷൻ. ഓ. പിന്നെ ഏതാണ്ട് മയക്കുന്ന മരുന്നൊക്കെ അവൾക്ക് കൊടുത്ത് അവള് ബൂസായി കിടന്നുറങ്ങി. ഞാൻ ഒരു പോളെ കണ്ണടച്ചില്ല. ഓരോ ദിവസം ഓരോ ദുർവിധി. കമ്പനിയിലായിരുന്നു എന്നെ വിളിച്ച് ഏട്ടത്തി 8ന്റെ പണിയാ തന്നത്. പിന്നെ ഏട്ടത്തിയോട് പറയണം, മേലാൽ ഇമ്മാതിരി കോളി എന്റെ വെള്ളി കെട്ടിവെക്കരുതെന്ന്. ഇന്നലെ രാത്രി കാർത്തികിനും മീനാക്ഷിക്കും വേണ്ടി അവള് ചീകിയെടുത്ത പാരയാ ഈ വയറുവേദന. ആ പാര നന്ദിനി ഏടത്തി നിനക്കിട്ട് തന്നു, അത്രയേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ സന്തോഷത്തോടെ ആ പാറ ഞാൻ ഏറ്റുവാങ്ങി വട്ടവങ്ങ് ഒടിച്ചു കളഞ്ഞു. അത് നന്നായി. വാ. മോളെ നന്ദിനി, ഇഡ്ഡലിയായി. ഇനി ഇഡ്ഡലിക്കുള്ള സാമ്പാറും ചമ്മന്തിയും കൂടി റെഡിയായി കഴിഞ്ഞാ ബാക്കിയൊക്കെ പതുക്കെ മതി. ആ, സഹായിക്കാൻ മാലതി ഇവിടെ ഉണ്ടല്ലോ. ആ, പിന്നെന്തിനാ വെപ്രാളപ്പെടുന്നേ? നന്ദിനി എടുത്ത് കറിക്കരിഞ്ഞ ശേഷം ഞാൻ സഹായിച്ചോളാം അമ്മേ. ആ, അത് മതി. അല്ല, ഇവിടെ ഒരു തറവാട്ടമ്മ ഉണ്ടായിരുന്നല്ലോ, എന്റെ പൊന്നുമോള് സാവിത്രി ദേവി. ആ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ലായിരിക്കും. അതെങ്ങനെ? സൂര്യൻ നേരെ നെറുകയിൽ വന്നാലും അവൾ എഴുന്നേക്കില്ല. ആ രാമഭദ്രനോ സ്ഥലത്തുമില്ല. അവനുണ്ടായിരുന്നെങ്കിൽ നേരത്തും കാലത്തും എഴുന്നേറ്റനെ. ആഹാ, പുതുപ്പെണ്ണ് വന്നല്ലോ. പുതുപ്പെണ്ണോ? അതെന്താ? ഞാൻ ഇന്നലെ വരെ പഴയ പെണ്ണായിരുന്നോ? കല്യാണം കഴിഞ്ഞ പെണ്ണിനെ പുതുപ്പെണ്ണ് പുതുമണവാട്ടി എന്നൊക്കെയാ എല്ലാരും പറയാറുള്ളത്. അതിന് ACP നേരത്തെ കല്യാണം കഴിച്ചതല്ലേ? ആ, അത് അലങ്കോല കല്യാണം. ഇന്നലെ നടന്നതാണ് അലങ്കാര കല്യാണം. എങ്ങനാ, ഇന്നലെ രാത്രി ഉറങ്ങിയായിരുന്നോ? ഇഡലി ആണെങ്കിൽ ചമ്മന്തി ഞാൻ അരയ്ക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇനി അവിടുന്ന് ഒരു സഹായവും ഈ അടുക്കളയിൽ വേണ്ട. നീ നിന്റെ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും കാര്യം മാത്രം നോക്കിയാ മതി. ഒള്ളി ഭർത്തൃസേവനം. എന്താ മുത്തശ്ശി? ആ, നീ ഭർത്താവിനെ പരിചരിച്ചാ മാത്രം മതിയെന്ന് കേട്ടോ. എന്നുവച്ചാൽ എന്നുവെച്ചാ ഞാൻ ഒരിക്കലും അടുക്കളയിൽ കയറണ്ടെന്നാണോ എല്ലാവരും പറയുന്നത്? അയ്യോ, എന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. ഈ പുതുമോടിയെല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് ആറ് തണുത്തിട്ട് അടുക്കളയിൽ കയറിയാ മതി എന്നാ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആറി തണുക്കാൻ ഞാൻ എന്താ തിളച്ച കഞ്ഞിയാണ്. ബെഡ് കോഫി ഇത് നീ കൊണ്ടുചെന്ന് നിന്റെ ഭർത്താവിന് കൊടുക്ക. ചെല്ല്. ചെല്ലു മോളെ, ഇല്ലെങ്കിലേ ഞാൻ നല്ല തല്ലു തരുവേ. ചെല്ല്. ഇനി ഭർത്താവിനെ ചുറ്റിപ്പറ്റി കറങ്ങിയാ മതി, ഇങ്ങോട്ട് നോ എൻട്രി.
അത് ശരി. വീട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് എന്നെ നാണം കെടുത്താൻ തന്നെയാ ഇങ്ങേരുടെ ഉദ്ദേശം. ദേ ഒന്ന് എഴുന്നേറ്റ് കാർത്തിയേട്ടാ. കാർത്തിയേട്ടാ, കാർത്തിയേട്ടാ, ദേ ഒന്ന് എഴുന്നേറ്റ് കാർത്തിയേട്ടാ. കാർത്തിയേട്ടാ, കാർത്തിയേട്ടാ. കാർത്തിയേട്ടാ, ഒന്ന് എഴുന്നേറ്റ് കാർത്തിയേട്ടാ. കാർത്തിയേട്ടനോ? അപ്പോ ആ ACP വിളി? ദേ എന്റെ സ്വഭാവം മാറുവേ. ACP വിളി നിർത്തി ഏട്ടാന്ന് വിളിക്കണോന്ന് ഇന്നലെ പറഞ്ഞത് മറന്നുപോയോ? ഓ സോറി ഡാർലിംഗ്, പ്രേമലഹരിയില് ഞാൻ അതൊക്കെ അങ്ങ് മറന്നുപോയി. ഇനി മുതൽ എന്റെ കുട്ടിമാളു എന്നെ ഏട്ടാന്ന് വിളിച്ചാ മതി. ദേ ഞാനൊരു കാര്യം ഏട്ടനോട് പറഞ്ഞേക്കാം. ഇന്നലെ പല പ്രാവശ്യം ഏട്ടൻ എന്നെ കുട്ടിമാളു എന്ന് വിളിച്ചു. എന്താ ആ വിളി ഇഷ്ടമല്ലേ? ഇഷ്ടമെന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടമാ. പക്ഷേ ഇപ്പൊ അത് പബ്ലിക് ആക്കണ്ട. നാണം കൊണ്ട് ഞാൻ ചത്തുപോകും. ആയിക്കോട്ടെ. പക്ഷേ ഏട്ട എന്നുള്ള ആ വിളിയുണ്ടല്ലോ, ആ വിളി എല്ലാരും കേൾക്കെ എന്നെ വിളിക്കണം. അത് വിളിക്കാം. ഏട്ടനൊന്ന് പെട്ടെന്ന് വന്നേ, അല്ലെങ്കിൽ എല്ലാരും നമ്മളെ കളിയാക്കൂലേ? കളിയാക്കിക്കോട്ടെ. എന്താ കാർത്തിയേട്ടാ ഇത്? ഒരു അടക്കം ഒതുക്കമൊക്കെ വേണ്ടേ? ഇനി എന്റെ കുട്ടിമാളൂനെ ഞാൻ എങ്ങോട്ടേക്കും വിടില്ല. കുട്ടിമാളു, എന്റെ പൊന്നു കുട്ടിമാളു. നീ എന്ന വാക്കിനുള്ളിൽ പ്രണയമായി, നീ എന്ന വാക്കിനുള്ളിൽ പുലരിയായി, നീയൊരാളിലെൻ ഹൃദയമിതാ നീലമേഘമായി അലയുകയായി. മഞ്ഞിൻ കൈവിരലാൽ കവിളത്തോ നീ തഴുകി, ചന്തം കൂടി വരും മഴവില്ലായി മാറിയവൾ, ഒരു നറുതാമരയാൽ ഇതളണിയണ പാതിമുഖം, ഒരു മൊഴിയാലെ മനം കനവെഴുതിയ നീർനദിയായി, നീ എങ്ങാണെങ്ങോ കണ്ണിൻ കണ്ണെ തേടി ഞാൻ. ഇതെന്താ വിളിച്ചിട്ട് ആരും ഇങ്ങ് വരാത്തത്? അവര് വരും. അതല്ല രാജലക്ഷ്മി, എനിക്ക് നിന്നോട് മറ്റൊരു സംശയം ചോദിക്കാനുണ്ട്. എന്ത് സംശയ കൈമളേട്ടാ? ജയരാമനും ജഗദീഷും രാമഭദ്രനും സ്ഥലത്തില്ല. ഈ സമയത്ത് ഇങ്ങനൊരു സുപ്രധാനമായ തീരുമാനം എടുക്കണം. എല്ലാവരും ഉള്ള സമയം അങ്ങനെ ഒത്തുവരില്ല. എന്റെ തീരുമാനത്തെ അവർക്ക് എതിർക്കാനാവില്ലല്ലോ. പിന്നെന്താ പറഞ്ഞാല്? മാത്രമല്ല കൈമളേട്ടാ, നമുക്കൊരു യാത്ര കൂടി ഉള്ളതല്ലേ. ആ, എന്നാ പിന്നെ നിന്റെ തീരുമാനം നടക്കട്ടെ. ആ, നീ എല്ലാവരോടും പറഞ്ഞോ മോളെ? ആ പറഞ്ഞമ്മ, എല്ലാരും ഇപ്പൊ വരും. ആ,
ഒരുങ്ങി ഇറങ്ങിയല്ലോ അപശകുനം. ഇവളോട് ഇങ്ങോട്ട് എഴുന്നള്ളാൻ ആരാ പറഞ്ഞത്? നീ പറഞ്ഞോ? ഏയ് ഞാനൊന്നും പറഞ്ഞില്ലമ്മ. പിന്നെ എന്തിനാ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത്? കുടുംബത്തിനിട്ട് വല്ല വേലയും വെക്കാനാണോ? അവൾ അവിടെ കിടന്ന് നിന്നോട്ടെ, നിനക്കെന്താ ചെയ്തം? എന്താ അമ്മ വിളിപ്പിച്ചേ? പറയാം. ജഗദീഷ് എപ്പോഴാ വരുന്നത്? ഒന്നും പറഞ്ഞിട്ടില്ല. ഓ, പരസ്പര ധാരണയുള്ള നല്ല ഭാര്യയും ഭർത്താവും ആണല്ലോ. അവന് സമാധാനം കൊടുക്കുന്ന ശാന്തശീലയായ ഭാര്യ. അവരവിടെ കണ്ട് നിന്നോട്ടെ, നീ എന്തിനാ അതിലേക്ക് കയറി ഇടപെടുന്നേ? മക്കളൊക്കെ വളർന്നു, അവർക്ക് കുടുംബങ്ങളുമായി. ഇനി അവരുടെ കാര്യങ്ങൾ അവര് തന്നെ ചുമന്നോളും. എന്താ മുത്തശ്ശി വിളിച്ചത്? പറയാം. അത് ചെമ്പകമംഗലം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് സാവിത്രി കൂടി ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ വന്നു അമ്മേ. ആ, അല്ല, സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കുമ്പോ ഏട്ടനും ജഗദീഷും രാമേട്ടനും ഒക്കെ വേണ്ടേ? ആ, രാമഭദ്രനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, അവന്റെ അനുവാദവും കിട്ടി. ഓ, ജയരാമനും ജഗദീഷും വരുമ്പോ ഞാനവരോട് കാര്യം പറഞ്ഞോളാം. കാരണം ഈ തീരുമാനം ഇനി അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ അമ്മേ പറയ്. അല്ല, ഇഞ്ചുമൂട് കാന്താരി ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ചെമ്പകമംഗലത്ത് കുടുംബയോഗം കൂടുമ്പോ ഇവളെന്താ എങ്ങനെ നിൽക്കുന്നേ? എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക്, കാഞ്ഞിരക്കുരു ഉണങ്ങുന്നത് എന്തിനാണാവോ? അവളിവിടെ നിന്നോട്ടെ അമ്മേ. ഓ, സഹതാപത്തിന്റെ അവറാൻ വന്നു മധ്യസ്ഥതയ്ക്ക്. പോട്ടുമോളെ, ആ നീ കാര്യത്തിലേക്ക് വാ രാജലക്ഷ്മി. ചെമ്പകമംഗലം തറവാടിന്റെ പ്രതാപവും ഐശ്വര്യവുമാണ് ഇവിടെ നിലവറയിൽ കെടാവിളക്കിന്റെ മുമ്പിലിരിക്കുന്ന ഉടവാൾ. അത് നവരത്നങ്ങൾ പതിപ്പിച്ച് സ്വർണത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. നന്ദിനി, നീ പോയി ആ ഉടവാൾ എടുത്തോണ്ട് വാ. ശരി അമ്മ. ആ ഉടവാളിനെ കുറിച്ചുള്ള ചരിത്രം കൈമളേട്ടൻ പറയും. ചെമ്പകമംഗലം തറവാട്ടിലെ ആദ്യകാല കാരണവന്മാർ തെക്കൻ തിരുവിതാംകൂർ രാജവംശത്തിലെ പടത്തലവന്മാരായിരുന്നു. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ടിപ്പുവിനെ തോൽപ്പിക്കാൻ വേണ്ടി രാജാക്കന്മാർ ഇവിടുത്തെ കാരണവന്മാർക്ക് ഉപഹാരമായി നൽകിയതാണ് ഈ ഉടവാൾ. കോടിക്കണക്കിന് വില വരും ഈ ഉടവാളിന്. ഇതെന്നും ചെമ്പകമംഗലത്തിന്റെ ഐശ്വര്യമാണ്. ഇതെന്നും തറവാട്ടിലെ നിലവറയിൽ കിടാവിളക്കിന്റെ മുമ്പിൽ കാലങ്ങളായി വെച്ച് ആരാധിക്കുന്നു. ഈശ്വരാ, ഇത് കിട്ടിയിരുന്നെങ്കിൽ വിറ്റ് 100 കണക്കിന് കോടിയുമായി വല്ല അന്യനാട്ടിലും പോയി ജീവിക്കായിരുന്നു. എപ്പോഴും സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീന്തായിരുന്നു. ഇതിനു വേണ്ടിയാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. ഇതെന്ന് എൻ്റെ കയ്യിൽ കിട്ടുന്നോ അന്ന് ഞാനിവിടെ നിന്ന് മുങ്ങും. അല്ല, ഇതെന്താ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് അടുപ്പിച്ചത്? അടുത്ത തലമുറയ്ക്ക് കൈമാറി. ചെമ്പകമംഗലത്ത് പുതിയ തലമുറയുണ്ടായിരിക്കുന്നു. കാർത്തിയും മീനാക്ഷിയും നമ്മുടെ വൈകമോൾ. ഞാനിത് മീനാക്ഷിക്ക് കൈമാറുകയാണ്.
ഇത് കുറച്ചുനാള് കുടുംബക്ഷേത്രത്തിൽ വച്ച് പൂജിക്കണം. അതുവരെ കാർത്തിയും മീനാക്ഷിയും കൂടി ഇത് ഏറ്റുവാങ്ങിക്കോളൂ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. വരൂ. ദൈവമേ, അങ്ങനെ ഇതെന്റെ കുഞ്ഞിന്റെ കയ്യിൽ തന്നെ വന്നല്ലോ. മൈഥിലിയാണല്ലോ. ആ മൈഥിലി, ഞാനിപ്പോ നിന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ആ നോക്കട്ടെ, ഒരു മിനിറ്റ്. എന്റെ അമ്മ, ഇതാണല്ലോ. ഞാൻ കണ്ടു, ഇതിൽ മുഴുവനും രത്നങ്ങളാണല്ലോ. ഇതാണല്ലേ മരതകവാള്. കിലോ കണക്കിന് സ്വർണ്ണമാ അത്. കോടികൾ വില മതിക്കുന്ന രത്നങ്ങളും. അത് തട്ടിയെടുത്താലേ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു മൈഥിലി. അത് തട്ടിയെടുക്കാനല്ലേടാ ഞാൻ ഈ നാണക്കേടും കഷ്ടപ്പാടും സഹിച്ചിവിടെ നിൽക്കുന്നേ. അത് കിട്ടിയാലേ നമ്മുടെ എല്ലാ കഷ്ടപ്പാടും തീരില്ലേ മൈഥിലി? ആ വാൾ ആരുടെ വീട്ടിലാണോ ഇരിക്കുന്നത് അവിടെ എല്ലാവിധ ഐശ്വര്യവും വരുമെന്നാ ഇവിടെ ഇവര് പറയുന്നത്. കോടികൾ വില വരുന്ന ആ വാള് വീട്ടിലൊന്നും വെച്ചിട്ട് നമുക്ക് ഒരു ഐശ്വര്യവും വരണ്ട. അത് 10 കോടി രൂപയ്ക്ക് ഞാൻ ഇന്ദ്രജയ്ക്ക് മറിച്ചു വെക്കും. 10 കോടിയൊന്നും അല്ലടാ അതിന്റെ വില. എത്ര കോടികളോ ആയിക്കോട്ടെ, നമുക്ക് തൽക്കാലം അത് മതി. അതെന്താടാ അങ്ങനെ പറയുന്നേ? എന്റെ പൊന്നു മൈഥിലി, ഇത്തരം സ്വർണ്ണവും രത്നങ്ങളും വിറ്റ് നടക്കുന്നത് ചെറിയ റിസ്ക് ഒന്നും അല്ല. ഇനി അത്തരം റിസ്ക് ഒന്നും സഹിക്കാൻ എന്നെ കൊണ്ട് വയ്യ. മൊത്തം അവള് വിഴുങ്ങില്ലേ ഇന്ദ്രജ? അവര് വിഴുങ്ങുകയോ പുഴുങ്ങുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. നമുക്ക് തൽക്കാലം ഒരു റിസ്കും ഇല്ലാതെ ഈ 10 കോടി മതി. അവർക്ക് വാള് കൊടുക്കുന്നു, 10 കോടി വാങ്ങുന്നു, ഞാനും നീയും ഈ സ്റ്റേറ്റ് വിടുന്നു. ആ ദേ, പിന്നെ ആ ഉടവാൾ എവിടെ വെക്കുന്നേ നീ നോക്കി വെക്കണേ. രാജലക്ഷ്മി അമ്മ അതിപ്പോ മീനാക്ഷി ഏൽപ്പിച്ചു. എന്നാ അവളത് എവിടെയാ കൊണ്ടുപോയി ഒളിപ്പിക്കുന്നേന്ന് നീ ചെന്ന് നോക്ക് മൈഥിലി. ശരിയടാ. ശരി. ദൈവമേ, ഇതൊന്ന് കയ്യിലോട്ട് കിട്ടിയെങ്കിൽ. ഇത് കയ്യെ കിട്ടിയാലേ ഞാനൊരു മഹാറാണിയാ. ആർക്ക് കൈമാറിയാലും ഇത് ഞാൻ ഇന്ന് മാധവ മന്ദിരത്തിലേക്ക് കൊണ്ടുവരും. ഇത് എന്റെ വീട്ടിലിരിക്കണം. കോടികൾ വിലമതിക്കുന്ന സ്വർണങ്ങളും രത്നങ്ങളുമാണിത്. ഇത് മരിച്ചുപോയ എന്റെ അനുജത്തിയുടെ അവകാശമായിരുന്നു. ഇത് കിട്ടാതെ ഞാൻ അടങ്ങില്ല.